ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്കും അതേപോലെ വലിയവർക്കൊക്കെ നമ്മളെ ഡ്രസ്സിന് മാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രഞ്ചീസ് അഥവാ നമ്മളെ മുടിമേ കെട്ടാൻ ഉപയോഗിക്കുന്ന റിബണ്, ഹെയർ ബോയും പറയും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൽ രണ്ട് മോഡൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഇതേപോലെ തുണികൾ. അപ്പോൾ ഈ തുണി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് ശീലയും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമല്ല, കുറച്ച് ടൈം എടുത്താൽ നമ്മളെ കൈ വെച്ചിട്ട് തുന്നിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ അതേപോലെ കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ സാറ്റിൻ അതേപോലെ ക്രേപ്പ് തുണിയൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ കറക്റ്റായി പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ റെഡ് കളറിൽ റിബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രേപ്പിൻ്റെ തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നീളം വീതിയൊക്കെ ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കണം. നീളം ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 22 അപ്പോൾ വീതി ഒന്ന് ഫസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 4 ഇഞ്ച് ഇവിടുന്ന് താഴോട്ടേക്ക് 4 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നേരത്തെ ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിരുന്നു, അത് 22 ഇഞ്ചാണ്. ഇനി ഇത് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ രണ്ട് ഭാഗത്തും കൂടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കാണിച്ചു തരാം എന്തുകൊണ്ടാണിത് ഇങ്ങനെ അടയാളപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇതേപോലെ 3-4 സ്ക്രഞ്ചീസ് വേറെ ഉണ്ടാക്കുന്നുണ്ട്. 2 ടൈപ്പിലാണ് ഈ സ്ക്രഞ്ചീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് നമുക്ക് ഏത് രീതിക്കും വേണമെങ്കിലും എടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് 2 മെത്തേഡ് യൂസ് ചെയ്യണത് കാണിച്ചു തരുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. വീതി 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ നല്ല നീറ്റായിട്ട് എല്ലാ സൈഡും നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വേറെ മോഡലിലുള്ള ഹെയർ ബോയ് ആണ്, കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബോയ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വേറൊരു പീസ് എടുത്തതാണിത്. ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു 19 ഇഞ്ച് 18 ഇഞ്ചിലൊക്കെ കട്ട് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് ഒരു 4 ഇഞ്ചിലും കട്ട് ചെയ്തിട്ട്, പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഈ രണ്ട് ഭാഗത്തേക്കും ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സ്ക്രഞ്ചീസ് ഉൾഭാഗം ഇതിന് ശേഷം പുറത്തേക്ക് എടുക്കണ പോലെ ഇതിൻ്റെ ബോയിൻ്റെ ഈ ഭാഗത്തും ഒന്ന് ചെറുതായിട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ തുണിയുടെ 2 ഭാഗവും ഇതേപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഒരു ക്രോസിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു സാധാ ഹെയർ ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് കാണിച്ചു തന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്രഞ്ചീസിൻ്റെ മുകളിൽ ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ട് ഇട്ടാൽ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇനി ഇതൊരു കോട്ടൻ്റെ പീസാണ്. അപ്പോൾ ഈ കോട്ടൻ്റെ പീസിൽ ഇതേപോലെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വീതി വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ സെയിം അളവ് തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് കൂട്ടും കുറക്കൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഇതൊരു ക്രേപ്പിൻ്റെ തുണിയാണ്. ഇത് നേരത്തെ കട്ട് ചെയ്ത പോലെ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഇനി അടുത്ത് നോക്കാം. ആദ്യം തന്നെ റെഡ് ആണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ എടുക്കണ ക്ലോത്തിൻ്റെ ആ സെയിം കളർ തന്നെ ആയിരിക്കണം എടുക്കണ നൂലും, എന്നാലുള്ള നല്ല വൃത്തിക്ക് കിട്ടുക. ഇനി ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഭാഗത്തു നിന്നാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്.
എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ എൻഡ് എത്തുമ്പോൾ നമ്മൾ താഴെ വശത്തും ഒരു 1.5 ഇഞ്ച് നമ്മൾ സ്പേസ് ഇട്ടിരുന്നു. അവിടെ നമുക്ക് സൂചി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം ഇതേപോലെ ഒരു ഓപ്പണിംഗ് ഭാഗം വരുന്നുണ്ടാവും. ഇനി പിന്നുപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ച് ഇടണം. ഇതിൻ്റെ ഉൾവശം പുറത്തേക്ക് വരുന്ന വിധം മറിച്ചിടണം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു പിന്നൊരു ഭാഗത്തേക്ക് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഇനി 1.5 ഇഞ്ച് വിട്ട ഈ സൈഡിൽ ഈ ഭാഗത്ത് 2 വശം കൂടെ ഒരുമിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ഇതിൻ്റെ 2 വശവും ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 വശവും ഒരേപോലെ എൻഡ് ഭാഗം കറക്റ്റായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, പൊട്ടിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട്, തുന്നൊക്കെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിവർത്തി കൊടുക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ ഉൾഭാഗം സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് പോവും. ഈ ഹോള് കാണുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് എലാസ്റ്റിക്കിൻ്റെ അളവൊന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വീതിയില്ല എലാസ്റ്റിക്, ഒരു 8 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അതേപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഈ ഭാഗം നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്തിലേക്ക് പുറത്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും. എന്നിട്ട് ഈ ഭാഗം രണ്ടും ഈ ഒരേ അളവിൽ തന്നെ പിടിച്ചിട്ട് ഇതേപോലെ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തുന്നിയിട്ടും വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഏകദേശം ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ഈ ഹോളുള്ള ഭാഗത്ത് ഒന്ന് ഈ ക്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് ഈ തുണിയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്തിലൂടെ സെയിം കളർ നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരിക്കലും വൃത്തികേടായി കിടക്കില്ല. സെയിം നൂല് തന്നെ ഉപയോഗിക്കുക. അതേപോലെ എൻഡ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ മെത്തേഡ്, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അത് ഈ ക്ലോത്തുമ്മേ ഞാൻ കാണിച്ചു തരാം. ഇത് നേരത്തെക്കാട്ടിലും വണ്ണം ഞാൻ അല്പം കുറച്ചിട്ടുണ്ട്. കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ അത്ര വണ്ണത്തിൽ വലിയ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് വണ്ണം കുറച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ എൻഡ് ഭാഗവും ഫസ്റ്റ് ഭാഗവും എൻഡ് ഭാഗവും ഒന്നും 1.5 ഇഞ്ച് ക്യാപ്പ് ഇടണില്ല. ഇവിടെ ഇങ്ങനെ ഈ എൻഡ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതായിരിക്കും ഒന്നും കൂടെ എല്ലാവർക്കും ഒന്ന് സിമ്പിളായിട്ട് തോന്നുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു എലാസ്റ്റിക് ഞാൻ നേരത്തെ എടുത്തിരുന്നു, അതേ അളവിൽ തന്നെ ഒരു എലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്തേക്ക് പിന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ഇത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഭാഗത്തെ ഈ ഹോള് കാണുന്ന ഭാഗം ഒന്ന് നീറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. എന്നാലുള്ളൂ ഈ റിബൺ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യണത് നമ്മൾ നേരത്തെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ആ ഉള്ളിലേക്ക് ഈ മറു സൈഡിലെ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കടത്തി കൊടുത്ത് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ ഭാഗം ഒന്ന് ലോക്കാക്കിയിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഡബിൾ സ്റ്റിച്ചും അതേ നൂല് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. പിന്നെ അതേപോലെ ഇത് ഏത് തയ്യലറിയാത്തവർക്കും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രഞ്ചീസാണ്. അപ്പോൾ ഒന്ന് നല്ല വണ്ണത്തിലും അതേപോലെ ഒന്ന് ചെറുതായിട്ട് വണ്ണം കുറഞ്ഞുമാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തത്. 2 മെത്തേഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചും തന്നു. ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ പറ്റിയ മോഡലാണ്. ഒരു ബോ ടൈപ്പിൽ വരുന്ന ഒരു സ്ക്രഞ്ചീസാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സെയിം കളർ നൂലും അതേപോലെ സെയിം ക്ലോത്തും മെഷർമെൻറ്റൊക്കെ സെയിം ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്.
തുണിയുടെ ഒരറ്റം ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരറ്റം ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഭാഗം മാത്രം ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ പിന്ന് കുത്തി കൊടുത്തിട്ട് നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചിട്ടെടുക്കുക. പിന്നെ ഇതിൽ എനിക്ക് മിസ്റ്റേക്കായിട്ട് പറ്റിയിരിക്കണത് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രഞ്ചീസ് ഒരുപാട് വിടുത്ത് കൂടിപ്പോയി. അപ്പോൾ ഇത്ര വിടുത്ത് വേണ്ട, വിടുത്ത് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എലാസ്റ്റിക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബിഗിനേഴ്സിന് കൂടെയാണ് പറഞ്ഞിരുന്നത്. ഇതേപോലെ എലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, നല്ല ഫിക്സ് ആയിട്ട് തന്നെ കിടക്കും. നമുക്ക് ഈസി ആയിട്ട് എലാസ്റ്റിക് മറുവശം പോരാതെ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് മറു സൈഡ് ഒന്ന് കയറ്റി കൊടുത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ ബോ വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് നേരത്തെ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് സൈഡ് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ. അപ്പോൾ ഈ കോർണർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ നേരത്തെ ഒരു 2 ഇഞ്ച് ക്യാപ്പ് ഇട്ടിരുന്നു. അതിൽ ഈ ഭാഗത്ത് 1 ഇഞ്ച് ക്യാപ്പിട്ട ഭാഗത്ത് ഇതേപോലെ ഒന്ന് സൂചി കുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ഇഞ്ച് ക്യാപ്പിട്ട ആ ഭാഗത്ത് നിന്ന് ഇതേപോലെ അടിയിലേക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ക്യാപ്പ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ക്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലൂടെയാണ് നമ്മൾ സ്ക്രഞ്ചീസിൻ്റെ ഉൾവശം തിരിച്ചിട്ട് കൊടുത്തത്. അതേപോലെ തന്നെ ഇതിലൂടെ ഈ ക്യാപ്പിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഉൾവശവും തിരിച്ചിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ 2 വശവും ഇതേപോലെ ഉള്ളിൽ നിന്ന് തിരിച്ചിട്ടെടുത്താൽ മതി. ഇനി ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചിട്ടെടുക്കണം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ക്രഞ്ചീസിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. നല്ല ഫ്ലവർ ഷേപ്പിൽ തന്നെ നല്ല ഭംഗിക്ക് തന്നെ കിട്ടും. ഇതൊരു സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനും ഇതേപോലെ തന്നെ സ്ക്രഞ്ചീസ് നേരത്തെ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത കോട്ടൺ ക്ലോത്ത് അതേമാതിരി സാറ്റിൻ ക്രൈപ്പ് എല്ലാ തുണിയിൽ നിന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതേപോലെ പല മോഡലിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് തയ്യൽ അറിയാത്തവർക്കും സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ മെഷീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് തുന്നിയിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇവിടെ പല പല സൈസിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടിയിട്ടും അതേപോലെ കുറച്ചിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് വിടുത്തില്ലാതെ ഉണ്ടാക്കുകയാണ് നല്ലത്. അതാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിലേറെ ഞൊറി ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ലെങ്ത്തിനെക്കാട്ടിലും കുറച്ച് കൂട്ടി ലെങ്ത്ത് എടുക്കുക. വിഡ്ത്തിൻ്റെ ഭാഗം കുറച്ച പോലെ ലെങ്ത്ത് കൂട്ടിയിട്ട് എടുത്താൽ നന്നായിട്ട് ഞൊറി ഒരുപാട് നല്ല ഞൊറി കിട്ടിയിട്ട് ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതേപോലെ ഞൊറി നല്ല വൃത്തിക്ക് ഒന്ന് ചുരുക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. എന്നാൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്ക് ക്രഞ്ചീസൊക്കെ നമുക്കൊന്ന് മുടിമേ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും.